അവർ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ദൈവികമല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന്. ഇല്ല, ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യവും പോരായ്മയും ന്യൂനതകളും പുഴുക്കുത്തുകളും വിശുദ്ധ ഖുർആന്റെ വരികളിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ ഇന്നേ വരെയുള്ള വിശുദ്ധ ഖുർആന്റെ വിമർശകർക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്, ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ജനങ്ങൾക്കിടയിൽ തീവ്രവാദവും വർഗീയതയുടെയും വിഷം ചീറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് മാനവരാശിയെ ഇണക്കത്തിന്റെ, ഐക്യത്തിന്റെ, മോക്ഷത്തിന്റെ സന്ദേശത്തിലേക്ക് വിളിച്ചുകൂട്ടുകയാണ് ഖുർആൻ. 3-ാം അധ്യായം ആൽ ഇംറാനിന്റെ 64-ാമത്തെ ആയത്തിലൂടെ ലോകങ്ങളുടെ നാഥൻ വിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നു. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖുൽ ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, ഒരിക്കങ്ങൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക്, ഇണക്കത്തിന്റെ സന്ദേശത്തിലേക്ക്. ഏതാണ് ഈ ഐക്യത്തിന്റെ സന്ദേശം? എവിടെയാണ് ഇണക്കത്തിന്റെ സന്ദേശം? അതെ, അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, ഏകനായ സൃഷ്ടാവിനെയല്ലാതെ മറ്റാരെയും നമ്മൾ ആരാധിക്കരുത്. വലാ നുശ്രിക ബിഹി ശൈഅ, അവന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണവിശേഷണങ്ങളിലും ഒരു കാരണവശാലും ആരെയും പങ്കുകാരെ ചേർക്കരുത്. അതെ, സട്ടാവിനേക്കാൾ പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവും മാനവും നിങ്ങൾ നൽകരുത്. ഇനി ഈ സത്യത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക, ഞങ്ങൾ സത്യത്തിന് സാക്ഷി വഹിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന്. വിശുദ്ധ ഖുർആൻ മാനവരാശി ഐക്യത്തിന്റെ, ഇണക്കത്തിന്റെ, മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോ പലപ്പോഴും പുരോഹിതന്മാരുടെ ശക്തമായ ഇടപെടലുകളും കൈകടത്തലുകൾക്കും അവ വിധേയമാകുകയും പലപ്പോഴും ദൈവവചനങ്ങളും മനുഷ്യവചനങ്ങളും കൂടിക്കലർന്ന അവസ്ഥയുണ്ടായി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ആ നടപടിക്രമത്തെ ശക്തമായ ഭാഷയിൽ ഖുർആൻ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. 2-ാമത്തെ ബഖറ 79-ാമത്തെ വചനം. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി ഇത് ദൈവം തമ്പുരാനിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ദൈവത്തിന്റെ പേരിൽ ആരോപിക്കുകയും അങ്ങനെ എഴുതുക വഴി, സമ്പാദിക്കുക വഴി അവർക്ക് നാശം, നാശം, നാശം എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ അവരെ ശപിക്കുന്നു, താക്കീത് ചെയ്യുന്നു. 3-ാം അധ്യായം ആൽ ഇംറാനിന്റെ 71-ാമത്തെ വചനത്തിലൂടെ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാതിൽ വതക്തുമുനൽ ഹഖ വഅൻതും തഅലമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നത്? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിന് സത്യത്തെ മൂടി വെക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തുറന്നു ചോദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശുദ്ധ ഏകദൈവ ആരാധനയാണ് നമ്മുടെ മോക്ഷത്തിന് നിദാനം. അതുകൊണ്ട് തന്നെ സട്ടാവിന്റെ മാർഗവും മാർഗദർശനവും അനുസരിച്ചുള്ള ജീവിതമാണ് മനുഷ്യനെ സമൂലമായി പരിവർത്തിപ്പിക്കുകയുള്ളൂ. അതിനായി കടന്നു വന്ന പ്രവാചകന്മാരെയും അതിനായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന ആദർശങ്ങളെയും ആശയങ്ങളെയും തുറന്ന മനസ്സുമായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. എന്തിന്? ഇത്തരം ഒരു സായാഹ്നത്തിൽ നാം അറിയേണ്ട ഇസ്ലാം എന്ന ഒരു തലക്കെട്ടിൽ ഈ ഒരു തുറന്ന ചർച്ച നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് അവതരിപ്പിക്കണം എന്ന ചോദ്യത്തിന്, അതെ, മരണം എന്നത് ഒരു സത്യമാണ് സഹോദരങ്ങളെ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാനും മരിക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മരിക്കും. നമ്മൾ അണിഞ്ഞ ഈ ഷർട്ട് നമ്മൾ തന്നെ ഊരുമെന്ന് ഒരു ഉറപ്പില്ലാത്തവരാണ് നമ്മൾ. ഏത് സെക്കൻഡിലും ഈ ലോകത്തോട് നമ്മൾ വിട പറയേണ്ടവരാണ്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? നമ്മളുടെ പാർക്ക് ചെയ്ത താഴെയുള്ള വാഹനത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന് എന്തുറപ്പ്? വാഹനത്തിൽ കയറിയ നമ്മൾ ഇന്ന് ആ വാഹനത്തിൽ വീട്ടിലെത്തുമെന്ന് എന്തുറപ്പ്? നമുക്ക് ഒരു ഉറപ്പുമില്ല. മരണം എന്നത് സത്യമാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ്. വേണം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. ഇത് മനുഷ്യന്റെ ബുദ്ധിയുടെ നീതിബോധത്തിന്റെ തേട്ടമാണ്. ഈ ലോകത്ത് നന്മകൾ ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ ലോകത്ത് ചെയ്യുന്ന അതിക്രമങ്ങൾക്കും തിന്മകൾക്കും തത്തുല്യമായ ശിക്ഷ ലഭിക്കുന്ന ഒരു വേദിയുണ്ടോ? 100 ആളെ കൊന്ന മനുഷ്യനെ 100 തവണ തൂക്കിക്കൊല്ലണമെന്നാണ് നീതിയുടെ നീതിബോധത്തിന്റെ തേട്ടമെങ്കിൽ പ്രായോഗികമാണോ ഇവിടെയത്? ഒരുപാട് നന്മകൾ ചെയ്ത ലോകത്തെ സ്വാധീനിച്ച സമാധാനത്തിന്റെ വാഹകരായ എത്രയോ മഹത്തുക്കൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. അവർ ചെയ്ത നന്മകൾക്ക് തത്തുല്യമായ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് കിട്ടിയിട്ടുണ്ടോ? കിട്ടണ്ടേ?
എവിടെ നിന്ന് കിട്ടും? നാളെയുടെ ലോകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഇതൊരു പരമയാഥാർത്ഥ്യം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സകല മനുഷ്യരും മരിക്കും. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമുണ്ട് എന്ന് പറയണവനും മതല്ല എന്ന് പറയണവനും പരലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനും പരലോകമല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചള്ളുന്നവനെല്ലാം മരിക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മനുഷ്യ കർമ്മങ്ങൾക്ക് രക്ഷക്കും ശിക്ഷക്കും കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന, രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന പ്രതിഫല വേദിയുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. എങ്ങനെ നിഷേധിച്ച് തള്ളാനാവും നമുക്ക്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ എല്ല് പൊടിയാക്കി ഒരു കാട്ടറബി വന്ന് ഊതിപ്പറപ്പിച്ചിട്ട് ചോദിച്ചു, മുഹമ്മദ്, ഈ മനുഷ്യനെ രണ്ടാമതും നിന്റെ ദൈവം പുനഃസൃഷ്ടിക്കുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യം. വിശുദ്ധ ഖുർആന്റെ വരികൾ അവതരിപ്പിക്കപ്പെടുന്നു. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ വിരലുകൾ സംവിധാനിക്കാൻ കഴിഞ്ഞ സ്രഷ്ടാവിന് മനുഷ്യനെ രണ്ടാമത് പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ലെന്ന് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. 1881 സർ ഫ്രാൻസിസ് ഗോൾട്ടന്റെ നേതൃത്വത്തിൽ വിരലടയാള ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരിക ഗവേഷണ പ്രബന്ധം ലോകത്ത് സമർപ്പിക്കപ്പെടുന്നത്. ഇന്ന് 700 കോടിയിലധികം വരുന്ന മനുഷ്യരുടെ വിരലുകൾ വ്യത്യസ്തം. പരകോടി മനുഷ്യരെ തിരിച്ചറിയുവാൻ ഏറ്റവും നല്ല മാർഗമായി ഇന്ന് വിരലടയാള ശാസ്ത്രം തലയുയർത്തി നിൽക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ ശാസ്ത്രം അതിന്റെ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്ര കൃത്യമായി വിരലടയാള ശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ എങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു? ഒന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് ഇരുന്ന് ചിന്തിക്കാനുള്ള സന്മനസ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ആ പറഞ്ഞതിൽ എവിടെയും ഒരു പോരായ്മയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെയുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ മാസ്റ്റർ ബ്രെയിനുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യം സത്യം സത്യം. അതുകൊണ്ടാണ് ഡോക്ടർ കേച്ചുമോറിനെ പോലെയുള്ള ആളുകൾ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ ഘട്ടം ഘട്ടമായി ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിലൂടെ മനുഷ്യന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു ചെറിയ പിശക്, ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെയുള്ള ഈ 2011 വരെയുള്ള വൈദ്യശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനെല്ലാം 100-ൽ 100 മാർക്ക് കൊടുക്കുന്ന വൈദ്യശാസ്ത്ര ലോകവും യുക്തിവാദി സമൂഹവും. അതിന് തൊട്ടു താഴെയാണ് ഖുർആൻ പറഞ്ഞത്, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇതിന് 100 മാർക്ക് ഇട്ട നിങ്ങൾക്ക് മുന്നിൽ ഖുർആൻ പറയുന്നു, നമുക്ക് മുന്നിൽ ഖുർആൻ പറയുന്നു, നമ്മളെല്ലാം മരിക്കുമെന്ന്. അതിനും മതമില്ല, പരലോകമില്ല, ദൈവമല്ല എന്ന് പറയുന്ന എല്ലാവരും 100 മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. മരണം എന്നത് സത്യമായിരിക്കെ. മൂന്നാമത് ഖുർആൻ പറഞ്ഞു, സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. രണ്ടാമത് നിങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭ്രൂണശാസ്ത്രം അതിന്റെ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയെ കുറിച്ച് ഇത്ര കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞ ലോകങ്ങളുടെ നാഥന്റെ വരികളാണ് ഈ പറയുന്നത്. ഇന്നും ആധുനിക ശാസ്ത്രം അതിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുമ്പോൾ ആ ഗ്രന്ഥം പറയുന്നു, മരണമെന്ന സത്യം അതിന് 100 മാർക്ക് കൊടുക്കുന്ന യുക്തിവാദി, ഒരൽപ്പം യുക്തിബോധമുള്ളവൻ മാറി ചിന്തിക്കേണ്ടതുണ്ട്. പുനഃസൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇതൊരു സത്യമാണ്. ഈ സത്യം അറിയുന്നു ഞങ്ങൾ, മനസ്സിലാക്കുന്നു ഞങ്ങൾ, ഇതിന്റെ സംഘാടകർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ കൂടിയ നിങ്ങളെല്ലാം, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ നാട്ടുകാർ, നമ്മൾ മലയാളികൾ, ഈ മണ്ണിന്റെ മക്കൾ. തുറന്നു പറയേണ്ടതുണ്ട് എന്നത് സട്ടാവേൽപ്പിച്ച ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കേവലമായ ഭൗതികമായ താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ ലോകങ്ങളുടെ നാഥൻ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ എത്തിച്ചുവോ എന്ന ചോദ്യത്തിന് എത്തിച്ചു എന്ന് പറയുവാനും, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ മനസ്സു തുറന്ന് ഈ ആദർശത്തെ തുറന്ന് അവർക്ക് മുന്നിൽ അവരുടെ ഭാഷയിൽ, ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ തുറന്നു സമർപ്പിച്ചു എന്ന് ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ സാക്ഷ്യം പറയാൻ, ചിന്തിക്കാൻ, അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, മോക്ഷത്തിന്റെ സത്യത്തിന്റെ മാർഗത്തെ കണ്ടെത്താനും അറിയുവാനും ഇത്തരത്തിലുള്ള സംഗമങ്ങളെ, ഇത്തരത്തിലുള്ള ചർച്ചകളെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയധികം ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഗൗരവമായി ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പോലും പിന്നെയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും, ഇസ്ലാമിനെതിരെ വികൃതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ
ചുറ്റുപാടുകളിൽ ശക്തമാണ്, സജീവമാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ത്ര കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോവാതെ, ഈ കടികളിൽ അകപ്പെട്ടു പോകാതെ നേർക്കുനേരെ വിശുദ്ധ ഖുർആനിൽ നിന്നും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഇസ്ലാമിനെ അടുത്തറിയാൻ ഒന്ന് കണ്ണു തുറക്കാൻ, ഒന്ന് കാത് തുറക്കാൻ, ഒന്ന് മനസ്സ് തുറക്കാനുള്ള സന്മനസ്സുണ്ടാകണമേ ഈ സദസ്സിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും എന്ന താല്പര്യത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത്രയും നേരം കണ്ണും കാതും ഹൃദയവും തുറന്ന് നാം അറിയേണ്ട ഇസ്ലാം എന്ന ഈ മർമ്മപ്രസക്തമായ വിഷയത്തെ ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങളുടെ മനസ്സുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടു തരികയാണ്. ചിന്തിക്കണമേ, പഠിക്കണമേ, അറിയണമേ, അന്വേഷിക്കണമേ, തുറന്നു ചോദിക്കണമേ. സംശയങ്ങൾ, ചോദ്യങ്ങൾ, വിമർശനങ്ങൾ നമ്മൾ മാത്രമുള്ള ഈ സദസ്സിനെ, ഈ സംഗമത്തെ, ഈ സംവാദത്തെ ജീവസുറ്റതാക്കണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ്. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, സത്യത്തെ അറിയാനും കണ്ടെത്താനും മനസ്സിലാക്കാനും ബോധ്യപ്പെട്ടാൽ അത് നെഞ്ചോട് അടുപ്പിച്ചു പിടിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പേര് വിജയകുമാർ. ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. ലോകത്തിലെ മത അനുയായികളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാം, പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ ദർശനങ്ങൾ തിരിച്ചറിയുന്ന കോടിക്കണക്കിന് ജനങ്ങള്. പക്ഷെ ആ കോടിക്കണക്കിന് ജനങ്ങളില് റിച്ച് ഓഫ് ട്രൂത്തിന്റെ സംഘാടകർ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുള്ളൂ എന്ന് എനിക്ക് സദസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ തീവ്രവാദത്തിന്റെ ഒരു ഭാഗമായി ഇസ്ലാം മഹാഭൂരിപക്ഷം വരുന്ന വ്യത്യസ്തരായ മതവിശ്വാസികൾ ഉണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതെന്താണ് ഇത്രയും ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിക നേതൃത്വത്തിലും ഇത്തരം വിഷയങ്ങളുടെ ഒരു സാമാന്യമായ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം എന്തുകൊണ്ട് തയ്യാറാക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ആശങ്കയുണ്ട്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സഹോദരങ്ങളെ, ഇവിടെ നാം അറിയേണ്ട ഇസ്ലാം എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ വളരെ സംക്ഷിപ്തമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം എന്നാൽ സമർപ്പണമാണെന്നും ഇസ്ലാം എന്ന ശബ്ദം ശാന്തി എന്നർത്ഥം വരുന്ന സിൽമ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് എന്നും സ്രഷ്ടാവായ തമ്പുരാന് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ട സമാധാനത്തെക്കുറിച്ച്, ശാന്തിയെക്കുറിച്ച് ആണ് ഇസ്ലാം സംസാരിക്കുന്നത് എന്നും അതിന്റെ അടിത്തറ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവം തമ്പുരാന്, അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തത്വമാണ് എന്നും സൃഷ്ടികർത്താവായ തമ്പുരാനെ ആരാധിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക വഴി ഇഹലോകത്തിൽ ശാന്തിയും സമാധാനവും മരണാനന്തര ജീവിതത്തിൽ ശാന്തിയുടെ ഭവനമായ സ്വർഗലോകവുമാണ് ഇസ്ലാം മനുഷ്യർക്കു മുന്നിൽ സമർപ്പിക്കുന്നത് എന്നും ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെ നിയോഗം മനുഷ്യരുടെ ആരംഭം മുതൽക്കുണ്ടായിട്ടുണ്ട് എന്നും അതിൽ അവസാനത്തെ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം പ്രവാചകത്വ ശൃംഖല, ആ പൂർത്തീകരണത്തിന്റെ ഭാഗമെന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും അദ്ദേഹത്തിന്റെ ജീവിതചര്യയുമെല്ലാം സമ്പൂർണമായി സംരക്ഷിക്കപ്പെടുകയും ദൈവിക മാർഗനിർദ്ദേശം എവിടെ എന്ന ചോദ്യത്തിന്
കളങ്കമില്ലാത്ത ജൈവിക മാർഗദർശനം നമുക്ക് കാണാൻ കഴിയുക ഖുർആനിലും തിരു സുന്നത്തിലുമാണ് എന്നും അഥവാ നബിയുടെ ചര്യയിലുമാണ് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിഷയ സംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരൻ വിജയകുമാർ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇസ്ലാം ഇങ്ങനെയല്ല പാടും, ഇസ്ലാം ശാന്തിയാണ്, സമാധാനമാണ് എന്നെല്ലാം ഒരു വശത്ത് പറയുകയും അതോടൊപ്പം തന്നെ ഇസ്ലാം മത വിശ്വാസികളായി കോടിക്കണക്കിന് ആളുകൾ ലോകത്തെങ്ങുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും ഇന്നത്തെ ലോകത്തിന്റെ ഒരു ചിത്രമെടുത്ത് പരിശോധിച്ചാൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കുഴപ്പങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുസ്ലിം പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തീവ്രവാദവും ഭീകരവാദവും എല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഒരു ബോധവൽക്കരണം എന്തുകൊണ്ടാണ് നടക്കാത്തത്, എന്താണ് അതിന്റെ അടിത്തറ എന്ന് വളരെ പ്രസക്തമാണ് ചോദ്യം, വളരെ ആനുകാലികമാണ് പ്രശ്നം. ഇവിടെ നമ്മൾ രണ്ട് തലങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഭീകരത എന്ന പ്രതിഭാസം എന്താണ്? ഭീകരത എന്ന പ്രതിഭാസം ഏതെങ്കിലും മതമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ദർശനമായോ ബന്ധപ്പെട്ട പ്രതിഭാസമാണോ? നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതാണ്. അവിടെ നിന്നാണ് ഇതിന്റെ ചർച്ച തുടരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഭീകരത, ടെററിസം ഒരു ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണെങ്കിൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട ഒരു ആദർശമാണ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിന് വിമർശകർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ടെററിസം ഇസ്ലാമിന്റെ ഒരു സവിശേഷതയാണെങ്കിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയമായിരുന്നു ടെററിസം എങ്കിൽ തീർച്ചയായും ഇസ്ലാം വിമർശകരിൽ ആരെങ്കിലും ഈ ശബ്ദം ഉപയോഗിച്ച് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടിയിരുന്നു. എന്നാൽ ടെററിസം എന്ന ശബ്ദത്തിന് പോലും പതിറ്റാണ്ടുകളുടെ പഴക്കം മാത്രമേയുള്ളൂ. 980-കൾക്ക് മുമ്പ് വ്യാപകമായി നമ്മൾ കേട്ടൊരു ശബ്ദമേ അല്ല ടെററിസം എന്ന ശബ്ദം. ടെററിസം എന്ന ശബ്ദം കടന്നു വരുന്ന 980-കൾക്ക് ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത ലോക രാഷ്ട്രീയ ക്രമത്തിലെ ഒരു പ്രത്യേക ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ദ്വിധ്രുവ ലോകമായിരുന്നു, ബൈപോളാർ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ ഒരു ധ്രുവവും റഷ്യയുടെ ഒരു ധ്രുവവും, ഇവ തമ്മിലുള്ള സംഘട്ടനങ്ങളും ശീത സമരങ്ങളുമായിരുന്നു അന്നത്തെ ലോക രാഷ്ട്രീയ ക്രമത്തെ നിലനിർത്തിയിരുന്നത്. എന്നാൽ 980-കളായപ്പോഴേക്ക് ഈ റഷ്യ, USSR പരാജയപ്പെടുകയും അത് ഡിസിന്റഗ്രേറ്റ് ചെയ്യുവാൻ വേണ്ടി ആരംഭിക്കുകയും അത് വിഭജിക്കപ്പെടുകയും ഒരു ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റ് ദർശനം പരാജയമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വ്യാപകമായി ലോകത്ത് നടക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തില് വളരെ സവിശേഷമായ 2 കൃതികൾ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സന്ദർഭത്തിലാണ് അമേരിക്കൻ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായ ഫ്രാൻസിസ് ഫുക്കുയാമ എഴുതിയ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥം പുറത്തിറങ്ങുന്നത്. ഈ എൻഡ് ഓഫ് ഹിസ്റ്ററിയിൽ അദ്ദേഹം വാദിക്കുന്നത് ഇനി ചരിത്രം മുന്നോട്ട് ഗമിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ചരിത്ര ശാസ്ത്രം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ചരിത്ര ദർശന പ്രകാരം ചരിത്രം എന്നാൽ ക്ലാഷ് സംഘടനകളുടേതാണ്, വർഗ സംഘടനകളുടേതാണ് ചരിത്രം. അപ്പോ മുതലാളിത്വം എന്ന ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ, സാമ്രാജ്യത്വത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ അതുമായി സംഘടനത്തിൽ ഏർപ്പെടേണ്ട ഒരു ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ആ രൂപത്തിലുള്ള ഒരു സംഘടനമില്ല. അതുകൊണ്ട് തന്നെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. ഇനി അമേരിക്കൻ സംസ്കാരത്തിന്റെ, അവരതിനെ പേരെടുത്ത് വിളിച്ചത് ഹ്യൂമനിസം എന്നാണ്. ഹ്യൂമനിസത്തിന്റെ വ്യാപനമാണ് ഇനി നടക്കാൻ പോകുന്നത് ലോകത്തെങ്ങും.
അമേരിക്കൻ സംസ്കാരത്തിന്റെ, മുതലാളിത്ത സംസ്കാരത്തിന്റെ വ്യാപനമാണ് നടക്കാൻ പോകുന്നത് എന്ന് ഫ്രാൻസിസ് ഫുക്കിയാമ എഴുതിയപ്പോ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അതല്ല വസ്തുത എന്ന് സ്ഥാപിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥപാട് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന അമേരിക്കൻ സാമൂഹ്യ രാഷ്ട്രതന്ത്രജ്ഞന്റെ ഗ്രന്ഥം. ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസിൽ അദ്ദേഹം പറയുന്നത്, ഇനി ഇതുവരെ യഥാർത്ഥത്തിൽ സംഘടനം അവസാനിക്കുന്നില്ല. ഇതുവരെ നടന്നിരുന്നത് രാഷ്ട്രീയ സംഘടനമാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് സാംസ്കാരിക സംഘടനവാടിയതാണ്. സിവിലൈസേഷൻസിന്റെ, സംസ്കാരങ്ങളുടെ, നാഗരികതകളുടെ സംഘടനവാടിയതാണ്. നാഗരികതകളിൽ അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നത് പുരോഗമനത്തിന്റെ, ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, പുരോഗതിയുടെ എല്ലാം സംസ്കാരം അത് പാശ്ചാത്യ സംസ്കാരമാണ്. മറ്റൊന്ന് പൗരസ്ത്യ സംസ്കാരമാണ്. അധമത്വത്തിന്റെ, ജഡത്വത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, പിന്നോക്കത്തിന്റെ സംസ്കാരം അത് പൗരസ്ത്യ സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങളുടെ സംഘടനമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവിടെ പൗരസ്ത്യ സംസ്കാരത്തിന്റെ പ്രതിനിധീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്. മറ്റൊന്ന് ചെറിയ തോതിൽ ബുദ്ധമതമാണ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന ഈ രൂപത്തിൽ ഉള്ള ഒരു സംഘടനത്തിന്റെ ലോകത്ത് പ്രത്യേകമായി പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന സവിശേഷമായ സാഹചര്യം നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. 980-കൾ മുതൽക്കാണ് ഇത് എഴുതപ്പെട്ട സാമൂഹ്യ സാഹചര്യത്തിന്റെ വെളിച്ചത്തിലാണ് പിന്നീട് ടെററിസം എന്ന ടേം ഉണ്ടായി വരുന്നത്. പിന്നെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അതിനുശേഷമുള്ള ലോകത്തെ കലാപങ്ങൾ, ലോകത്തെ യുദ്ധങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു അധിനിവേശത്തിന്റെ രൂപത്തിലുള്ളതാണ്. ലോകത്തിന്റെ മുഴുവനും ഊർജത്തിന്റെ അധിനിവേശം, ഊർജത്തിന്റെ അധികാരം തങ്ങൾക്ക് ലഭിക്കണം എന്ന രൂപത്തിലുള്ള സാമ്രാജ്യത്വത്തിന്റെ ത്വരയും അതനുസരിച്ചുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളും നടക്കുകയാണ്. അവിടെ സംഭവിച്ചത് ലോകത്ത് ഇന്ന് നിലവിലുള്ള ഊർജത്തിന്റെ സ്രോതസ് പെട്രോളാണ്. 980-കളെ പോലെയല്ല. 80-കളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്രത്തോളം ലോകത്തിന് ആവശ്യമുണ്ടായിരുന്നുവോ അതിന്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ, 100 കണക്കിന് മടങ്ങി ആവശ്യമുണ്ട് ഇന്ന് ലോകത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ. ഈ പെട്രോൾ ലോകത്തിന് ആവശ്യമുള്ള ഊർജത്തിന്റെ സ്രോതസ്സാവുകയും ആ പെട്രോൾ സുലഭമായി സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങൾ വസിക്കുന്ന നാടുകളാവുകയും ചെയ്തതാണ് ഭീകരതയുടെ കാര്യത്തിൽ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുവാനുള്ള രാഷ്ട്രീയമായ കാരണം. അവിടെ ഭീകരത എന്നത് ലോകത്തിന് മുഴുവനും ഭീഷണിയായ ഒരു സംഗതിയായി അവതരിപ്പിക്കുകയും ആ ഭീകരത നിലനിൽക്കുന്ന പ്രദേശങ്ങൾ, ഈ പെട്രോൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും ആ പ്രദേശങ്ങളിൽ തങ്ങളുടെ അധീശത്വം വരുത്തുവാൻ വേണ്ടി അവിടങ്ങളിൽ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായ അധിനിവേശം നടക്കുകയും ചെയ്തപ്പോ സ്വാഭാവികമായും ആ പ്രദേശത്തുള്ള ആളുകൾ അവരുടേതായ തലങ്ങളിൽ പ്രതികരിച്ചപ്പോ ആ പ്രതികരണത്തിന് ഭീകരത എന്ന് പേരിടുകയും ആ പ്രതികരണത്തെ ലോകത്ത് മുഴുവനും പ്രത്യേകമായി എടുത്തു കാണിച്ച് അതിനെ വികൃതവൽക്കരിക്കുകയും ചെയ്യുക എന്ന വളരെ സമർത്ഥമായ ഒരു കർമ്മമാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി മുതലാളിത്തത്തിന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമായ മീഡിയ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കൂ, ലോകത്ത് നമ്മൾ ഭീകരതയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ലോകത്ത് ഭീകരത നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് എണ്ണാം. ഒന്നാമത്തേത് എവിടെയാണ്? പലസ്തീനാണ്. എന്താണ് പലസ്തീൻ പ്രശ്നം? നിങ്ങൾ പരിശോധിക്കൂ. പലസ്തീൻ പ്രശ്നം എന്താണ്? പലസ്തീനിലെ പ്രശ്നം നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ചിരുന്ന അറബികളായിരുന്ന പലസ്തീനിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ആളുകളെ 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയ ഒരു ബാൽഫോർ കരാറിന്റെ പേരിൽ അവരെ പുറത്താക്കുകയും അവർക്ക് രാഷ്ട്രം നഷ്ടപ്പെടുകയും ലോകത്തെങ്ങുമുള്ള ജൂതന്മാരെ അമേരിക്കയും ബ്രിട്ടനും കൂടി അവരെ പ്രതിഷ്ഠിക്കുകയും ഒരു പുതിയ രാജ്യം രൂപമെടുക്കുകയും അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് സ്വന്തം നാട്ടിൽ വിലാസം നഷ്ടപ്പെടുകയും ചെയ്തപ്പോ സ്വാഭാവികമായും അവരുടെ കൈകളിലുള്ള കേവലമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഗറില്ല യുദ്ധമുറകളിലേക്ക് തിരിയുകയും ചെയ്തതാണ് ഈ അവിടുത്തെ പലസ്തീനിലെ പ്രശ്നം. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം എന്തായിരുന്നു? ഇറാഖിലെ പ്രശ്നം എന്തായിരുന്നു? ലോകത്ത് നിലനിൽക്കുന്ന ഭീകരത നിലനിൽക്കുന്ന ലോകത്തെ രാഷ്ട്രങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ആത്യന്തികമായി അമേരിക്കയുടെ താല്പര്യങ്ങളാണ്
ഭീകരത വഴി സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സങ്കേതങ്ങളായി തീരുകയാണ് ഭീകരത. നിങ്ങൾ ആലോചിക്കൂ, ഇറാഖിനെ നമ്മൾ കണ്ടതാണ്. ഇറാഖ് ലോകത്തെ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന രാജ്യമാണ്. ആ ഇറാഖിന് ആയുധങ്ങൾ കൊടുത്ത് ആ ഇറാഖിനെ ഇറാനുമായി അടുപ്പിച്ചതും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കളിച്ചതുമെല്ലാം അമേരിക്കയാണ് എന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ പെട്ടെന്ന് ഇറാഖ് ഒരു സ്വയം പര്യാപ്തമായ രാഷ്ട്രമായി ഉയർന്നു വരുന്നു എന്നൊരു തലം വന്നപ്പോ അവിടെ ഇടപെടലുകൾ നടക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിയും അത് തന്നെ. ഇങ്ങനെ ലോകത്തെങ്ങും തങ്ങൾ പോലീസായി ചമഞ്ഞുകൊണ്ട് അവിടെ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി അമേരിക്ക പരിശ്രമിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളെയാണ് പലപ്പോഴും ഭീകരതയായി എടുത്തുദ്ധരിക്കപ്പെടുന്നത്. തീർച്ചയായും ആ ഭീകരതയെ അവർ ചെയ്യുന്നത് നിയമപരമല്ലാത്ത കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അനുകൂലിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് ഭീകരത എന്ന ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന പ്രതിഭാസത്തിന്റെ ആദർശപരമായ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് ഒരടിത്തറയുമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഈ ഭീകരത രാഷ്ട്രീയമായി അങ്ങനെ മറ്റൊരു തലം കൂടിയുണ്ട്, സാംസ്കാരികമായ ക്ലാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതെന്താണ്? ലോകത്ത് ഇന്നലകളിൽ കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടമായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. എന്തിനാണ് കോളനികൾ ഉണ്ടാക്കിയത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബുദ്ധന്മാര് ഭരിച്ചിട്ടുണ്ട്, പലരും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ ആയിരുന്നില്ല 1894 കേരളത്തിൽ വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത് മുതൽക്കുള്ള അവസ്ഥാവിശേഷം. അത് ഒരു വൈദേശിക ശക്തി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള വിഭവങ്ങളെ കൊള്ളയടിച്ച് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ നാടിനെ അടിമപ്പെടുത്തിക്കൊണ്ട് അവർ അധിനിവേശം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വാസ്കോഡി ഗാമയുടെ പറങ്കികളുടെ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. ഇത് തന്നെയായിരുന്നു പിൽക്കാലഘട്ടത്തിൽ അവരിൽ നിന്ന് അവർ നിലനിൽക്കെ തന്നെ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോഴും ഉണ്ടായത്. ഇങ്ങനെ ഈ അവർ കോളനികളാക്കി ആദ്യം ബ്രിട്ടീഷുകാർ കടന്നു വന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിക്കൊണ്ടാണ്. ഇങ്ങനെ കോളനികൾ ഉണ്ടാക്കി നമ്മുടെ നാടുകളിലെ ഇന്ന് നമ്മൾ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലെ വിഭവ സമ്പത്തും അവിടെയുള്ള പൗരാണികമായ പുരാവസ്തു ശേഖരങ്ങളും ലോകത്തിന് ആവശ്യമായ കാര്യങ്ങളുമെല്ലാം കടത്തിക്കൊണ്ടുപോയി തങ്ങളുടെ രാജ്യത്തെ സമൃദ്ധമാക്കുവാനാണ് അവര് പരിശ്രമിച്ചത്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്ന് ലണ്ടനിലെ മ്യൂസിയമാണ്. ലണ്ടനിലെ മ്യൂസിയത്തിൽ ലണ്ടന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മ്യൂസിയത്തിൽ പോയിട്ടുള്ള ആർക്കും അറിയാൻ കഴിയും ഉള്ളത് വളരെ തുച്ഛം ശതമാനമാണ് എന്ന്. അവരുടെ കോളനികളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വിലപ്പെട്ട രേഖകളും കയ്യെഴുത്ത് രേഖകളും അതേപോലെയുള്ള കാര്യങ്ങളും കടത്തിക്കൊണ്ടുപോയി സ്വന്തം നാടിനെ സമൃദ്ധവൽക്കരിക്കുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത്. സ്വാഭാവികം. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ താല്പര്യം അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി UN കടന്നു വന്നതോടുകൂടി ലോക ഐക്യരാഷ്ട്രസഭ പേരിനെങ്കിലും നിലനിൽക്കുന്നതോടുകൂടി കോളനിവൽക്കരണം അസാധ്യമായി തീർന്നു. കോളനിവൽക്കരണം അസാധ്യമായി തീർന്ന ആധുനികമായ രാഷ്ട്രീയ ഘടനയിൽ കോളനിയിലൂടെ കോളനി ഉണ്ടാക്കിക്കൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങളിലെ ആളുകളുടെ വിഭവശേഷിയും ആ രാജ്യങ്ങളിലെ മാനവ വിഭവശേഷിയും അവിടെയുള്ള സ്രോതസ്സുകളും എങ്ങനെ ചൂഷണം ചെയ്യാമെന്നായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പുതിയ രൂപങ്ങളിൽ മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സാമ്രാജ്യത്വം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പുതിയ രൂപത്തിന് അവർ നൽകുന്ന വളരെ സുന്ദരമായ ഓമനപ്പേരുകളിൽ ഒന്നാണ് ഗ്ലോബലൈസേഷൻ എന്ന ഓമനപ്പേര്. ഗ്ലോബലൈസേഷൻ യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണം എന്നത് താത്വികമായ അടിത്തറ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അതിസുന്ദരമായ ഒരാകർഷകമായ ഒരാശയമാണ്. എങ്ങുമുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, എങ്ങുമുണ്ടാക്കുന്ന വസ്തുക്കൾ, എങ്ങുമുള്ള ആളുകൾക്ക് ലഭിക്കുവാൻ തക്ക സാഹചര്യം ഉണ്ടാവുകയാണ് ഗ്ലോബലൈസേഷന്റെ താത്വികമായ അടിത്തറ. ആ തലത്തിൽ നോക്കുമ്പോൾ
ഗ്ലോബലൈസേഷൻ മാനവികമാണ്. പക്ഷേ ഗ്ലോബലൈസേഷന്റെ പേരിൽ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലോകത്തിന് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മൂന്നാം ലോകത്തുള്ള ആളുകളുടെ തലയിൽ കെട്ടിവെക്കുകയും മൂന്നാം ലോകത്തിന്റെ വിഭവങ്ങൾ സമർത്ഥമായ രൂപത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇവിടെ ഈ ചൂഷണത്തിന് വേണ്ടി അവരുപയോഗിക്കുന്ന മാർഗത്തെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക. മാർക്കറ്റിംഗ്, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, മാർക്കറ്റിംഗ് പുതുതായി വളർന്നു വികസിച്ച, മുതലാളിത്തക്രമത്തിൽ പുതുതായി വളർന്നു വികസിച്ച ഒരു പുതിയ സയൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം അവരുടേതായ ചില പ്രോഡക്റ്റുകളെ സാധാരണക്കാരന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ്. ഈ പ്രോഡക്റ്റുകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ആ പ്രോഡക്റ്റുകൾ വാങ്ങുകയും ആ പ്രോഡക്റ്റുകളുടെ അടിമകളായി സാധാരണക്കാർ മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വിഭവശേഷിയും നമ്മുടെ കായശേഷിയുമെല്ലാം അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ മാർക്കറ്റിംഗ് നിലനിൽക്കുമ്പോൾ മാർക്കറ്റിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ വിഭവങ്ങളെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ അടിച്ചേൽപ്പിക്കുന്ന കർമ്മത്തിന് ഉപയോഗിക്കുന്ന മാർഗത്തെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുക, പരസ്യം എന്ന് പറയുക. പരസ്യം കേവലം വസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ഏർപ്പാടല്ല എന്ന് നമുക്ക് ഇന്ന് അറിയാവുന്നതാണ്. മാർക്കറ്റിനെ സ്നിഗ്ധമാക്കുന്നതിന് മുതലാളിത്തം ഉപയോഗിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അതിൽ ലഹരിയാണ്, രണ്ടാമത്തേത് ലോട്ടറിയാണ്, മൂന്നാമത്തേത് പലിശയാണ്, നാലാമത്തേത് പെണ്ണിന്റെ സൗന്ദര്യ പ്രകടനമാണ്, അഞ്ചാമത്തേത് പെണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള ശരീര വിൽപ്പന തന്നെയാണ്. ഈ 5 മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുതലാളിത്തം മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുക, മാർക്കറ്റിങ്ങിനെ മുന്നോട്ട് നയിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ ശരീര വിൽപ്പനയും ലഹരിയുമെല്ലാം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെയും ബിസിനസ് രംഗത്തെ ഉന്നതന്മാരെയും പ്രീതിപ്പെടുത്താനാണെങ്കിൽ സാധാരണക്കാരുടെ തലച്ചോറിലേക്ക് ആവശ്യമില്ലാത്ത വിഭവങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സമർത്ഥമായ മാർഗമാണ് സൗന്ദര്യം എന്ന മാർഗം. സ്ത്രീയുടെ സൗന്ദര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് അഡ്വർടൈസിംഗ് എന്ന ഒരു ഏർപ്പാട് തന്നെ ഇന്ന് നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്. അതിന് അവരുടേതായ സാങ്കേതികമായ ശബ്ദങ്ങൾ തന്നെയുണ്ട്. പ്രൈമിംഗ് ആയും അതേപോലെ തന്നെ പല തരത്തിലുള്ള സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളറിയാതെ ഒരു പ്രോഡക്റ്റിനെ അടിച്ചു കയറ്റുവാൻ സുന്ദരികളായ സ്ത്രീകളുടെ അംഗലാവണ്യത്തെയും ശരീര സൗന്ദര്യത്തെയുമെല്ലാം വളരെ സമർത്ഥമായി ഉപയോഗിക്കപ്പെടുന്നു. പെണ്ണിലും പുരുഷനിലും മാറ്റമുണ്ടാക്കാൻ തലച്ചോറിലേക്ക് ഇത് അടിച്ചു കയറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് ഇത്. നമുക്ക് പച്ചയായി അറിയാവുന്നതാണ്. ഇന്ന് നമുക്കറിയാം, നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാപ്പി ഏതാണ് എന്ന് തീരുമാനിക്കാൻ മുതൽ രാത്രിയായാൽ നമ്മൾ ഉറങ്ങേണ്ട തലയണ ഏതാണ് എന്ന് തീരുമാനിക്കാൻ വരെ പെണ്ണിന്റെ നിമ്നോന്നതികളിലൂടെ കണ്ണുപായിക്കണമെന്ന അവസ്ഥാവിശേഷമാണ് ഒരു ശരാശരി ഗ്രാമപ്രദേശത്തെ ഒരു വളരെ കുഗ്രാമത്തിലെ ഒരു ശരാശരി മലയാളിക്ക് പോലും ഉള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാർക്കറ്റിംഗിന്റെ പഞ്ചപ്രമാണങ്ങളുണ്ടല്ലോ, ഈ പഞ്ചപ്രമാണങ്ങൾക്കും പച്ചയായി എതിര് നിൽക്കുന്ന ഒരേ ഒരു ആദർശമാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 പ്രമാണങ്ങളും, ഞാൻ പറഞ്ഞ ലഹരിയാണെങ്കിലും ലോട്ടറിയാണെങ്കിലും പലിശയാണെങ്കിലും പെണ്ണിന്റെ സൗന്ദര്യ പ്രകടനമാണെങ്കിലും പെണ്ണിന്റെ ശരീരത്തിന്റെ വിൽപ്പനയാണെങ്കിലും എല്ലാം ആദർശപരമായി തന്നെ പൂർണ്ണമായും അതിന് പ്രതിരോധം തീർക്കുന്നതാണ് ഇസ്ലാമിന്റെ ജീവിത രീതി. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ജീവിത രീതി ലോകത്ത് നിലനിൽക്കുമ്പോൾ, ആ ജീവിത രീതി ആളുകൾ സ്വീകരിക്കുമ്പോൾ, ആ ജീവിത രീതിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുമ്പോൾ, ആ ജീവിത രീതിയുടെ വക്താക്കളായ ആളുകൾ മാറുമ്പോൾ അവരെ അടിമപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് മുതലാളിത്തത്തിന്റെ പുതിയ അപ്പോസ്തലന്മാർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇസ്ലാമിക ജീവിത രീതിയെ പ്രാകൃത ജീവിത രീതിയായി അവതരിപ്പിക്കുകയും അതിനു പകരം ലോകത്തിന് ഏറ്റവും സുന്ദരമായ ജീവിത രീതിയായി പാശ്ചാത്യ ജീവിത ശൈലിയെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ ജീവിത രീതി പ്രാകൃതമാണ് എന്ന ആശയം ആളുകളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുവാൻ വേണ്ടി
ഉപയോഗിക്കപ്പെടുന്ന സങ്കേതങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിക് ടെററിസം എന്ന ആശയം തന്നെ. ഇസ്ലാമിക് ടെററിസം നിങ്ങൾ നോക്കുക, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെററിസം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആ ടെററിസത്തിന് വ്യക്തമായ രാഷ്ട്രീയമായ കാരണങ്ങളാണുള്ളത്. ഇസ്ലാമികമായ ഒരു കാരണത്തിനും ടെററിസം നിലനിൽക്കുന്നില്ല. എവിടെയെടുത്തോളൂ രാഷ്ട്രീയമായ കൃത്യമായ കാരണങ്ങളാണ്. ലോകത്തിന് ടെററിസം നിലനിൽക്കുന്ന ഏത് പ്രദേശത്താണെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നതാകട്ടെ സാമ്രാജ്യത്വപാട് താരും. അപ്പോ പിന്നെ ഈ രാഷ്ട്രീയമായ സംഘടനകൾ നടക്കുമ്പോൾ, കലാപങ്ങൾ നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇസ്ലാം കടന്നു വരുന്നത്? സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സംഘടനകളും പ്രശ്നങ്ങളും നടക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുന്ന ആദർശം ഇസ്ലാമിൻ്റെതാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ തീവ്രവാദി ഭീകരവാദി നേതാക്കളായി സ്വയം ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നവർ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഇത് തന്നെ എത്രത്തോളം വസ്തുതാപരമാണ് ഇത്. നമുക്ക് ഈ അടുത്ത് മരണപ്പെട്ട, ലോകത്ത് ഏറ്റവും അധികം ഉയർത്തിക്കാണിക്കപ്പെട്ട, ആധുനിക കാലഘട്ടത്തിൽ സെപ്റ്റംബർ 11 ശേഷം ഏറ്റവും അധികം ഉയർത്തിക്കാണിക്കപ്പെട്ട ഉസാമ ബിൻ ലാദനെ തന്നെ പരിശോധിക്കുക. ഉസാമ ബിൻ ലാദനെ കുറിച്ച് പാശ്ചാത്യ ലോകം നമുക്ക് നൽകിയ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന വ്യക്തി വളർത്തപ്പെട്ടത് എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സൗദി അറേബ്യയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് വണ്ടി കയറിയ, അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറിയ ഉസാമ ബിൻ ലാദൻ ഭീകരവാദിയായിരുന്നില്ല, വേണ്ട രൂപത്തിൽ മതം അനുഷ്ഠിച്ചിരുന്ന വ്യക്തി പോലും ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ, പാശ്ചാത്യ ജീവചരിത്രകാരന്മാരാണ് രേഖപ്പെടുത്തുന്നത്. അവിടെ വെച്ച് പിന്നെ അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് ബിരുദവും അതിന് അടുത്ത ബിരുദവും കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുക അദ്ദേഹത്തെ പാകിസ്ഥാനിലാണ്, അഫ്ഗാനിസ്ഥാനിലാണ് ആരുടെ പ്രതിനിധിയായി? അമേരിക്കയുടെ പ്രതിനിധിയായി. അങ്ങനെ ഉസാമ വളർത്തപ്പെടുന്നു. ഉസാമയെ ലോകത്തിന് മുന്നിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അവരുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുമ്പോൾ അയാളിൽ ഭീകരത ആരോപിക്കപ്പെടുന്നു. അങ്ങനെ അയാൾക്കെതിരെയുള്ള സമരം തുടങ്ങുന്നു. ഇങ്ങനെയാണ് ലോകത്തെങ്ങും നടക്കുന്നത്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്തുകൊണ്ട് ഈ രൂപത്തിലാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് അതിന്റെ ദാർശനികമായ സവിശേഷതയാണ്. മുതലാളിത്തവുമായി ഒരർത്ഥത്തിലും സന്ധി ചെയ്യുവാൻ അതിന്റെ ജീവിത രീതി സാധ്യമല്ല. ഇസ്ലാമിന്റെ വസ്ത്രം എന്തുകൊണ്ട് ഇത്രയധികം പരാമർശിക്കപ്പെടുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഏറ്റവും അധികം മീഡിയക്ക് വിഷയമാകുന്ന ഇസ്ലാമിന്റെ വസ്ത്രം, മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. കാരണം ആ വസ്ത്രം പ്രത്യേകിച്ച് ഈ രംഗത്ത് ഒരു പരിചയാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് മുതലാളിത്തത്തിന്റെ വക്താക്കൾ. ഇതേ വസ്ത്രം തന്നെ സമൂഹത്തിൽ പ്രത്യേകമായി സ്വീകരിക്കപ്പെടുന്ന കന്യാസ്ത്രീകളെ പോലെയുള്ള ആളുകൾ ആ രൂപത്തിൽ പ്രതീകവൽക്കരിക്കപ്പെടുന്നുമില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ മതജീവിതത്തിന് വേണ്ടി എന്ന രൂപത്തിൽ ഒഴിഞ്ഞു വെക്കപ്പെട്ടവരാണ്. അതേസമയം ഒരു പച്ചയായ ജീവിത ഗന്ധിയായി സമൂഹത്തിൽ പച്ചയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ വസ്ത്രം പഥ്യമാകാതിരിക്കുന്നത്, വസ്ത്രം നിഷിദ്ധമാകുന്നത്, അല്ലെങ്കിൽ വസ്ത്രം പ്രശ്നമാണ് എന്ന് വരുന്നത്, അത് അടിമത്തത്തിന്റെ ചിഹ്നമാകുന്നതെല്ലാം ഈ തലം വെച്ചുകൊണ്ടാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അടിസ്ഥാനപരമായി ഇവിടെ ഭീകരത എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസത്തിന് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ഇസ്ലാമിനെയല്ല, മറിച്ച് സാമ്രാജ്യത്വത്തെയാണ്. സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയവും കച്ചവടപരവുമായ താല്പര്യങ്ങളെയാണ്. എന്നാൽ ഇങ്ങനെയെല്ലാമാണെങ്കിലും മുസ്ലിങ്ങളിൽപ്പെട്ട ചിലരെങ്കിലും തീർച്ചയായും സാമ്രാജ്യത്വത്തിന്റെ വലയിൽ വീണ് ഇസ്ലാമിന്റെ പേരിൽ ഈ ഭീകരത കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ആദർശം എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അഥവാ ഒരു മനുഷ്യനെ, നിഷ്കളങ്കനായ നിരപരാധിയായ ഒരാളെ, അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും, നിരപരാധിയായ ഒരാളെ കാരണമൊന്നുമില്ലാതെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എന്ന് വേണ്ട എല്ലാ മനുഷ്യരെയും കൊന്നതിന് സബബാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുന്ന ഒരാൾ, അയാൾ തീർച്ചയായും നിരപരാധികളായ ഒരുപാട് പേരെ കൊന്നൊടുക്കിക്കൊണ്ട് അയാളുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തെറ്റാണ്. തെറ്റി എന്ന് പറഞ്ഞാൽ പോരാ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുന്നതിന്, മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊല്ലുന്നതിന്, മുഴുവൻ ഹിന്ദുക്കളെയും കൊല്ലുന്നതിന്, മുഴുവൻ മതവിശ്വാസികളും അല്ലാത്തവരുമായ ആളുകളെ മുഴുവനും കൊല്ലുന്നതിന് സമമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരത ഇസ്ലാമിന്റേതല്ല. പിന്നെ എവിടെ നിന്ന്? ഇസ്ലാമിന്റേതായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാമിന്റെ സ്വഭാവമാകേണ്ടിയിരുന്നു. അത് ഇപ്പോൾ അതാകുന്നു മുസ്ലിങ്ങളുടെ സ്വഭാവമായി, ഇസ്ലാമിന്റെ സ്വഭാവമായി അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അതിന് രാഷ്ട്രീയവും ദാർശനികവുമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാം അല്ല ഭീകരതയ്ക്ക് കാരണം. ഇന്നത്തെ സാമൂഹ്യമായ വ്യവസ്ഥിതിയാണ്, അവിടെ നിലനിൽക്കുന്ന അനീതികളാണ്. അത് തീരുക എന്നുള്ളതാണ് ആത്യന്തികമായി അതിനുള്ള പരിഹാരം. എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ ഭീകരത നടത്താൻ ഒരു കാരണവശാലും ഒരവസ്ഥയിലും മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുസ്ലിം അങ്ങനെ ചെയ്യുവാൻ പാടില്ല. നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നത്, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരർത്ഥത്തിലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വിഷയം അല്പം അവഗാഢമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആനുകാലികം കൂടിയായതുകൊണ്ട് തന്നെ, രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിഷയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഒരല്പം ദീർഘിച്ചു പോയതാണ്. സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം മുസ്ലിം സമൂഹത്തിലും അല്ലാത്തിടത്തും എത്തിക്കുക എന്നൊരു ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. സുഹൃത്തിനോടൊപ്പം അത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന ആശയത്തോട് കൂടി നിൽക്കുകയാണ് എനിക്കും ചെയ്യുവാനുള്ളത്. എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ്. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു കാര്യത്തില് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസത്തിനെ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നീട് മതങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ആണ് ഉന്നതമായ ഒരു ജീവിതം മനുഷ്യജാതിക്ക് കിട്ടുക എന്നുള്ള ബോധത്തിനും എതിരുള്ള ഒരാളാണ്. മതം ഇല്ലെങ്കിൽ, എന്റെ ചോദ്യം ഇതുമാത്രമാണ്, മതം ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു സെക്കൻഡോടെ. 2000 വർഷത്തിലധികമായി ക്രിസ്ത്യൻ റിലീജിയൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട്. ഏകദേശം 1500 വർഷമായി ഇസ്ലാമും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 6000 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നു. ഞാൻ ജനിച്ചുപോയ ഒരു മതം. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധി വന്നപ്പോഴാണ് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചു പോയെന്ന് പറയുന്നത്. 6000 വർഷത്തെ പഴക്കമുണ്ട് മതമല്ലാത്ത മതം എന്ന് പറയുന്ന ഹിന്ദു മതത്തിന്. പിന്നീട് AD 400 മറ്റുമാണെന്ന് തോന്നുന്നത് ബുദ്ധൻ ജനിച്ചത്. എല്ലാ വൈദിക ധർമ്മങ്ങൾക്കും എതിരായി ജീവിച്ച, ഹിന്ദു മതത്തിന് എതിരായി ആഞ്ഞടിച്ച വ്യക്തിയാണ് ബുദ്ധൻ, ശ്രീ ബുദ്ധൻ. പക്ഷെ അദ്ദേഹത്തിനെ ദൈവമാക്കി പിന്നെ ചിത്രീകരിച്ചു. ഇങ്ങനെയുള്ള എത്രയോ പേര് പറയാനുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഇന്ന് നമ്മൾക്ക് ഇസ്ലാമിന് അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്ക് ഇതുപോലുള്ള സെമിനാറുകൾ നടത്തിയിട്ട് മതം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടി വരുന്നതിന്റെ ഗതികേട് എന്തുകൊണ്ടാണ്? ഒരു സെക്കൻഡ് കൂടെ. പിന്നെ എല്ലാ സദാചാര ഗുണങ്ങളും നല്ല ബോധവും വ്യക്തിയെ നന്നാക്കി ഈശ്വരനിലേക്ക് അയക്കാനുള്ള വഴിയാണ് മതമെങ്കിൽ ഒന്ന് ഞാൻ പറയാം. ഞാൻ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തില് ഇന്ന് വരെ ഒരു ബീഡി കൈകൊണ്ട് തൊടാത്ത ഒരാളാണ് ഞാൻ. ഒരു സിഗരറ്റ് കൈകൊണ്ട് തൊടാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് വരെ കുടിക്കാത്ത ഒരാളാണ് ഞാൻ. 5 പൈസ മറ്റുള്ളവനോട് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ
നിൽക്കാതെ, അതായത് അത്രയധികം സാമൂഹ്യ ബോധത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മതവിശ്വാസവും എന്റെ വീട്ടില് ഇന്ന് വരെ, എന്റെ ഈ നിയർ 50 ഏജ് വരെ എനിക്ക് തന്നിട്ടില്ല. ബെസ്റ്റ് ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് 2000 വർഷമെങ്കിലും ക്രിസ്ത്യൻസിന്റെ എടുക്കാം, അതിന് ശേഷം കുറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾക്ക് വേണ്ടി വരുന്നത്? അതിന്റെ അർത്ഥം ഇതാണ്, ഫ്ലോപ്പാണ്. ഒരു കാര്യം കൂടെ പറയണു. നെറ്റ്വർക്ക് ഓഫ് തോട്ട് എന്ന ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു ബുക്ക്, പല ബുക്കും താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. ഞാൻ ആ ബുക്കിനെ അംഗീകരിക്കുന്നതല്ല, ഒന്നും നമ്മുടെ ബുദ്ധിയിൽ തോന്നുകൊണ്ട് അംഗീകരിക്കുകയാണ്. നെറ്റ്വർക്ക് ഓഫ് തോട്ടിൽ എന്ന് പറയണ ഇതാണ്, ഇൻപുട്ടാണ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറിലെ ഇൻപുട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ഒരുപക്ഷെ റീപ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ എന്താണോ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു വിശ്വാസങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ സാമൂഹ്യ ജീവിതം വളരെ നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് കഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ ജീവിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് മതവിശ്വാസികള്, മതം ഇല്ലാത്തവരും എങ്ങനെ ജീവിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു കലാലയത്തിലെ ഉന്നതനായ അധ്യാപകനാണ്. പഠിപ്പിക്കുന്ന കലാലയമുണ്ട്, കലാലയത്തിൽ കുറേ വിദ്യാർത്ഥികളുണ്ട്, യൂണിവേഴ്സിറ്റിയുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കലാലയമുണ്ട്, കേരള സർക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും മനുഷ്യരാശിയിൽ?